ഞാൻ ശ്രീരേഖ. കമ്പനിയുടെ ഹെയർ കെയർ സാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിന് വളരെയധികം നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോ ദിവസം ഓരോ ടിപ്സും കാര്യങ്ങളൊക്കെയാണല്ലോ പറയുന്നത്. മുടി കൊഴിഞ്ഞു പോകുന്നതിനും താരനില്ലാതാവുന്നതിനും ഒക്കെ ഓരോന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ പറയാൻ പോകുന്നത് ഫ്രീസി ഹെയർ, അതായത് കട്ട പിടിച്ചിരിക്കുന്ന മുടി എങ്ങനെ നമുക്ക് മാറ്റാം. ഇത് നമുക്ക് വിടുത്തി മാറ്റാം അല്ലേ. നമുക്ക് ഇപ്പൊ നമ്മൾ എവിടെയെങ്കിലൊക്കെ യാത്രയൊക്കെ കഴിഞ്ഞ് വരുമ്പോണ്ടല്ലോ, കാറ്റത്ത് മുടി പറന്നിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വിടുത്തണം. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ രാത്രി നമുക്ക് വിടുത്താനോ ഒന്നും പറ്റിയില്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നെല്ലിക്കപ്പൊടി ഉണ്ടല്ലോ, നെല്ലിക്കപ്പൊടിയും 3 സ്പൂൺ എടുക്കാം. ഒരു അല്പം മൈലാഞ്ചിപ്പൊടി ചേർക്കാം. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യാം. വെറും വെള്ളത്തിൽ മിക്സ് ചെയ്താൽ മതി കേട്ടോ. വെറും വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് പാക്കായിട്ട് അപ്ലൈ ചെയ്തോളൂ. ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് നമ്മൾ വെറും വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയുമ്പോൾ നമ്മുടെ ഫ്രീസി ആയിട്ടുള്ള മുടിയൊക്കെ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും. അധികം കട്ടയൊന്നും ഇല്ലാതെ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ വെളുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നെല്ലിക്കപ്പൊടി കൂടുതൽ ചേർക്കാൻ പറയുന്നത്. അപ്പം മൈലാഞ്ചിപ്പൊടി ഒരു അല്പം ചേർത്താൽ മതി. ഇപ്പം 3 സ്പൂൺ നെല്ലിക്കപ്പൊടിക്ക് മൈലാഞ്ചിപ്പൊടി ഒരു സ്പൂൺ ആക്കോ, അങ്ങനെ നമ്മളെ മുടിയുടെ അളവനുസരിച്ചിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഫ്രീസി ഹെയറിനെ കറക്റ്റ് ആക്കാനായിട്ടുള്ള കഴിവ് നമ്മുടെ നെല്ലിക്കപ്പൊടി ഉണ്ട് കേട്ടോ. അതുപോലെ മുടിയിൽ അഴുക്കൊക്കെ കളയാനും നെല്ലിക്കപ്പൊടി ബെസ്റ്റാണ് കേട്ടോ. നമ്മൾ വിചാരിക്കുന്ന പോലെ ഇതിൻ്റെ ഗുണങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ മുടി ചെളിയുള്ളതായിട്ട്, അതുപോലെ മുടിക്ക് ബാഡ് സ്മെല്ലുണ്ട്, അല്ലെങ്കിൽ മുടി ഇപ്പോഴും നമുക്ക് മുടിയിൽ അഴുക്കുണ്ടെങ്കിൽ നമുക്ക് വിടുത്തുമ്പോഴൊക്കെ നമുക്ക് അറിയാൻ പറ്റും. നമുക്ക് പെട്ടെന്ന് വിടുത്താൻ പറ്റില്ല, അങ്ങനെയൊക്കെ ഒരു ഇതുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ നമുക്ക് ഈ നെല്ലിക്കപ്പൊടി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കട്ട പിടിച്ച മുടിയെല്ലാം പെട്ടെന്ന് എളുപ്പത്തിൽ നമുക്ക് വേർതിരിച്ചെടുക്കാൻ ഈ നെല്ലിക്കപ്പൊടി കൊണ്ട് നമുക്ക് സാധിക്കും. കാരണം ഈ നെല്ലിക്കപ്പൊടി എന്ന് പറഞ്ഞാൽ തലമുടിയിലും തലോട്ടിലുള്ള അഴുക്കുകളെയൊക്കെ മാറ്റി നമുക്ക് മുടിയെ ഇങ്ങനെ സെപ്പറേറ്റ് ആക്കാനായിട്ട് സഹായിക്കും. മുടിയിലുള്ള അഴുക്കും കാര്യങ്ങളും ഒക്കെ മാറ്റിയിട്ട് നമുക്ക് ഇങ്ങനെ അഴുക്ക് മാറുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ, മുടിയിൽ അഴുക്കുണ്ടെങ്കിൽ തന്നെ കട്ട പിടിച്ചിരിക്കും, വിടുത്താനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ നെല്ലിക്കപ്പൊടി തേക്കുന്നതോടുകൂടി ആ കട്ട പിടിക്കലൊക്കെ മാറും, അഴുക്കും മാറും. അതുപോലെ തന്നെ നമുക്ക് ഭംഗിയായിട്ട് ഇത് തേച്ചിട്ട് കഴുകി കളയുമ്പോഴത്തേക്കും നമുക്ക് മുടി കൊണ്ട് നടക്കാൻ പറ്റും. അത്ര സുന്ദരമാക്കാം മുടി. കൂടാതെ വേറെ ഗുണം കൂടിയുണ്ട്. കാരണം നമ്മളിങ്ങനെ ഈ അയണാണല്ലോ, നെല്ലിക്കപ്പൊടി എന്ന് പറയുന്നത് അയണാണ്, ഇരുമ്പ് സത്ത് കൂടിയതാണ്. അപ്പോൾ നമുക്ക് മുടിക്ക് നല്ല തിക്നെസ്സും ഉണ്ടാവും. ഗ്രാജുവലി നമ്മൾ ഒരു ദിവസം കൊണ്ടല്ല, നമ്മൾ തേച്ച് പോകുമ്പോൾ മുടിക്ക് നല്ല തിക്നെസ്സും ഉണ്ടാവും, മുടി ബ്ലാക്ക് ആവുകയും ചെയ്യും കേട്ടോ. നെല്ലിക്കപ്പൊടി അളവ് കൂട്ടിയാൽ മതി. അതേസമയം മൈലാഞ്ചിയുടെ അളവ് കുറയ്ക്കും വേണം. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗിക്കാം കേട്ടോ. ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം, കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ആർക്ക് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് അത്രയ്ക്ക് സൂപ്പറായിട്ട് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് എല്ലാവരും നല്ല റിസൾട്ട് പറയാം കേട്ടോ. ഞാൻ താളിപ്പൊടിയുടെ കൂടെ അല്ലെങ്കിൽ താളിയുടെ കൂടെ, ചെമ്പരത്തി താളിയുടെ കൂടെ ഈ നെല്ലിക്കപ്പൊടി ചേർത്ത് തേക്കുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അതും പരീക്ഷിച്ച് നോക്കിയ ആൾക്കാർക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു. മുടിക്ക് അതുപോലെ ചെമ്പരത്തി താളി തേക്കുമ്പോൾ നമുക്ക് മുടിക്ക് വേഗം നീളം വയ്ക്കുന്ന പോലെ തോന്നും കേട്ടോ. നീളം തോന്നുക മാത്രമല്ല, നീളവും ഉണ്ടാവും. പിന്നെ കുഞ്ഞു മുടികൾ വരും ചെയ്യും. ഈ നെല്ലിക്കപ്പൊടിയുടെ ഗുണം അത്രയ്ക്കുണ്ട് കേട്ടോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അലോവേരയൊക്കെ തേക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ എല്ലാവരും മുടി പൊട്ടിച്ച് കളയല്ല വേണ്ട കേട്ടോ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് അല്പം നെല്ലിക്കപ്പൊടി തേച്ച് കഴിഞ്ഞിട്ട് ഉണക്കാം. ഉണങ്ങി കഴിയുമ്പോൾ മാക്സിമം മറ്റേ ഉണക്കാനുള്ള ഡ്രയറൊന്നും ഉപയോഗിക്കരുത് കേട്ടോ. നമ്മൾ മുടി കെട്ടി വയ്ക്കുക, അല്പം നേരം കെട്ടി വെച്ചിട്ട് പിന്നെ അഴിച്ചിടുമ്പോഴത്തേക്കും ആ മുടിയിലെ വെള്ളമൊക്കെ മാറും. അപ്പോൾ നമുക്ക് ഉണങ്ങി കിട്ടും. ഉണങ്ങുമ്പോൾ നമുക്കിങ്ങനെ വേർതിരിച്ചിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. നനഞ്ഞ മുടി നമ്മൾ വേർതിരിക്കരുത് കേട്ടോ. നനഞ്ഞ മുടി വേർതിരിക്കുമ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ കോമ്പ് ചെയ്യരുത് കേട്ടോ. നമ്മൾ വിരലുകൊണ്ട് മാക്സിമം വിരലുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചായിട്ട് വിടുത്തേണ്ട. എങ്ങനെ മുടി വിടുത്തണേ അതും കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ വീഡിയോയിൽ. നമ്മൾ ഇത് രണ്ടാക്കി വേർതിരിച്ചു,
ഇപ്പുറത്തും ഇപ്പുറത്തും ഇടുക. എന്നിട്ട് ആദ്യം ഒരു ഭാഗം ക്ലിയർ ചെയ്യുക. ക്ലിയർ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അടിഭാഗത്തു നിന്ന് വേണം ജട കളഞ്ഞ് 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 മുകളിലേക്ക് വരാൻ. അതേസമയം നമ്മൾ മുകളിൽ നിന്നാണെങ്കിൽ ഇവിടം വരെയും വന്നിട്ട് നമുക്ക് നിന്ന് പോകും. നമ്മൾ അടിയിൽ നിന്ന് ക്ലിയർ ചെയ്ത് പോകുമ്പോഴത്തേക്കും നമുക്ക് എളുപ്പം ഒന്ന് വേർതിരിക്കാൻ പറ്റും. അപ്പോൾ വേർതിരിക്കുന്നത് എങ്ങനെയാണ് അതും കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ ചെയ്യുക. നമ്മളിങ്ങനെ ഈറൻ മുടി ഒരിക്കലും കോമ്പ് ചെയ്യരുത് കേട്ടോ. കോമ്പ് ചെയ്ത് കഴിഞ്ഞാൽ കായ പോലെയുള്ള സംഭവങ്ങളൊക്കെ വരും. അതുപോലെ ഈറൻ മുടി പിന്നിടരുത്. ഇതൊക്കെ നമ്മൾ വളരെ കെയർ ചെയ്യുക. അഥവാ കുളിച്ച് പെട്ടെന്ന് പോവാണെങ്കിൽ നമ്മൾ ഒരു ക്ലിപ്പ് താഴെ ഇട്ടിട്ട് പോയാൽ മതി. മുടി മടക്കി വെച്ചിട്ട് അല്പം നേരത്തേക്കല്ലേ ഇതുപോലെ മുടി ക്ലിപ്പ് ഇട്ടിട്ട് പോവാം കേട്ടോ. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കുക. എന്നിട്ട് നടുക്ക് ഒരു സ്ലേഡ് കുത്തിയാൽ മതി. കാരണം മുടി പറക്കാതിരിക്കാൻ, കാറ്റത്തൊക്കെ പറന്നു പോകും കേട്ടോ. അപ്പൊ ഇതുപോലെ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് മുടി ബുദ്ധിമുട്ടില്ലാണ്ടൊക്കെ കൊണ്ടു നടക്കാൻ പറ്റും കേട്ടോ. പിന്നെ അധികം സ്പ്ലിറ്റ് എൻഡ് ഉള്ള മുടിയാണെങ്കിൽ നമ്മൾ തുമ്പ് വെട്ടിയിട്ട് എന്താ ചെയ്യുക, എണ്ണ തേക്കാം, എന്നിട്ട് കെട്ടിവെക്കാം രാത്രി. പിന്നെ മിക്കവാറും പൗർണമി ദിവസം നോക്കിയിട്ട് മുടി കലണ്ടറിൽ ഉണ്ടാവും കേട്ടോ. പൗർണമി ദിവസം എന്ന് പറഞ്ഞാൽ അന്ന് ദിവസം നോക്കിയിട്ട് മുടി വെട്ടിയാൽ മുടി ധാരാളം ഉണ്ടാവും എന്നാണ് പറയാറ്. കാരണം എന്താ വെച്ചാൽ പൂർണ്ണചന്ദ്രൻ അത്രയ്ക്കും അത്യുച്ചത്തിൽ നമ്മൾ എല്ലാം ശക്തി എന്താ പറയുക സ്ട്രോങ് ആയിട്ടിരിക്കുന്ന സമയത്താണ് ഇതെല്ലാം. അപ്പം അതിൻ്റെ എല്ലാ പോസിറ്റീവായിട്ടുള്ള എനർജിയും നമ്മളിലേക്ക് വരും. അപ്പോൾ ഏത് കാര്യം നമ്മൾ ചെയ്യുന്നോ അതിനൊക്കെ നല്ല പോസിറ്റീവ്നെസ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പം അത് കാണാത്തവർ കണ്ടു നോക്കൂ കേട്ടോ. ഏത് ദിവസമാണ് മുടി വെട്ടാൻ നല്ലത് എന്നൊക്കെ പറഞ്ഞിട്ട് അതുണ്ട്. അപ്പോഴത്തേക്കും ഇത് നമ്മളിങ്ങനെ തുമ്പ് വെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്പ്ലിറ്റ് എൻഡ് ഒന്നും ഉണ്ടാവില്ല. മുടി ധാരാളം പിന്നെയും വളർന്നുകൊണ്ടിരിക്കും കേട്ടോ. കായ പോലെയുള്ള സംഭവങ്ങൾ ഇല്ലാതിരിക്കണമെങ്കിൽ നമ്മൾ ഇറമുടി കെട്ടിവെക്കരുത് കേട്ടോ. പിന്നിടരുത്, കോംബ് ചെയ്യരുത്. ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട് ശ്രദ്ധിക്കാനായിട്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കണം കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക കേട്ടോ. ധാരാളം വെള്ളം കുടിക്കുക കേട്ടോ. ഇപ്പോൾ ചൂട് കൂടുന്ന സമയമാണ്. ധാരാളം വെള്ളം കുടിക്കുക, യൂറിൻ പാസ് ചെയ്യുക. പിന്നെ നമുക്ക് എന്തൊക്കെ അസുഖങ്ങളുണ്ടോ അതിനെല്ലാം മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഡോക്ടറെ കണ്ടിട്ട് ഡോക്ടറുടെ സേവനം ആവശ്യപ്പെടുക, നമ്മൾ മരുന്നൊക്കെ കഴിക്കുക. പിന്നെ ഒരു കാര്യം എനിക്ക് പ്രത്യേകം പറയാനുള്ളത്, എല്ലാവർക്കും ഈ അലോപ്പതി മെഡിസിൻ ചിലപ്പോൾ പറ്റിയില്ല എന്ന് വരും അല്ലേ, അലർജി ഉണ്ടാക്കും. അതായത് കൂടുതലും ഈ ശ്വാസമുട്ടുള്ളവർക്കായിരിക്കും എല്ലാ അലോപ്പതി ഗുളികയും ചേരില്ല, അവർക്ക് പറ്റില്ല, താങ്ങൂല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് ഇവരിൽ റിയാക്ഷൻ ഉണ്ടാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അലോപ്പതി മരുന്ന് പറ്റാത്ത ആൾക്കാർക്ക് ഇത് ചെല്ലുമ്പോൾ അലർജി ഉണ്ടായി, കഫ് ഉണ്ടാവും, പിന്നെ അത് ചെസ്റ്റിലിരുന്ന് ഇൻഫെക്ഷൻ ഉണ്ടാവും. അങ്ങനെയാണ് നമ്മൾ പറയാറില്ലേ, ശ്വാസം മുട്ടൽ വന്നു അല്ലെങ്കിൽ ഇൻഫെക്ഷനായി എന്നൊക്കെ പറയാം, ചെസ്റ്റിൽ ഇൻഫെക്ഷനായി എന്നൊക്കെ പറയാൻ കാരണം ഇതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അലർജി ഉള്ളവർ വളരെയധികം ശ്രദ്ധിക്കണം കേട്ടോ. ശ്വാസം മുട്ടലുള്ളവർ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. എല്ലാ മരുന്നും അവർക്ക് പറ്റുന്നതല്ല, അലർജി ഉണ്ടാക്കും. അതുമൂലം കഫം കൂടും, നെഞ്ചിൽ ഇൻഫെക്ഷൻ വരും, പിന്നെ ഓക്സിജൻ കുറഞ്ഞുകൊണ്ടിരിക്കും. ഇൻഫെക്ഷൻ കൂടുമ്പോൾ, നെഞ്ചിൽ ഇൻഫെക്ഷൻ കൂടുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കുന്നത്, നമുക്ക് ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ട്, ശ്വാസതടസ്സം ഉണ്ടാവും. അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓക്സിജൻ്റെ അളവ് കുറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് ഈ ശ്വാസമുട്ടലുള്ളവരെ മരുന്ന് കഴിക്കുമ്പോൾ പ്രത്യേകം ഒന്നില്ലെങ്കിൽ ഡോക്ടറോട് പറയാം, എന്നെ ശ്വാസമുട്ടലുണ്ട് എന്ന് പറഞ്ഞിട്ട് വേണം കേട്ടോ. അതുപോലെ അലർജി ഉള്ളവർ ഡോക്ടറോട് പറയണം. അപ്പോൾ അവരതനുസരിച്ചിട്ട് ശ്രദ്ധിച്ചിട്ടായിരിക്കും നോക്കുന്നത് കേട്ടോ. അതല്ലാത്തവർക്ക് ഇതുപോലെ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് നിങ്ങളുടെ അറിവിലേക്ക് ഞാൻ പറയുന്നതാണ് കേട്ടോ. അപ്പം അതുപോലെ അത് ശ്രദ്ധിക്കുക. പിന്നെ കൂടുതൽ കഫക്കെട്ടുള്ളവർക്ക് വെറ്റിലനീര് നല്ലതാണ്. വെറ്റിലനീര് പനിക്കൂർക്കയുടെ ഇലയൊക്കെ അത് നീര് പിഴിഞ്ഞെടുത്ത് കഴിക്കുക. അതിനകത്ത് വേണമെങ്കിൽ നമുക്കൊരു ലക്ഷ്മി വിലാസ് ഗുളിക ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അതും അരച്ച് ആ നീരിൻ്റെ കൂടെ കഴിച്ച് 2 നേരം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ കഫമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറും, ചുമയൊക്കെ കുറയും. അങ്ങനെ നമുക്ക് വളരെ ആശ്വാസം കിട്ടും കേട്ടോ. ഇത് നിങ്ങൾ ഒരാഴ്ച അടുപ്പിച്ച് കഴിച്ച് നോക്കുക. വെറ്റിലനീരും പനിക്കൂർക്കയുടെ ഇല പ്ലസ് ഗുളിക വേണമെങ്കിൽ ഗുളിക ചേർക്കാം, അല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ കൂടി ചുമയൊക്കെ വരുന്നവർ ചൂടുവെള്ളം ഇടയ്ക്ക് കഴിച്ചുകൊണ്ടിരിക്കുക, അത് ഉരുകാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ നെബുലൈസേഷൻ, കഫമുള്ളവർ നെബുലൈസേഷൻ എന്താണോ അത് ചെയ്യാം കേട്ടോ.
അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്യുക. പിന്നെ ബുദ്ധിമുട്ടുള്ള സമയത്തൊക്കെ നമ്മൾ ഡോക്ടറെ പോയിട്ട് കണ്ട് മരുന്ന് വാങ്ങിച്ച് കഴിക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ നമ്മളുടെ ആരോഗ്യം ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ അതുകൊണ്ടിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഓരോരുത്തർക്കും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ കാര്യമായിട്ട് ശ്രദ്ധിക്കുക കാര്യങ്ങളൊക്കെ കേട്ടോ. ഇത്രയേ ഉള്ളൂ പറയാനായിട്ട്. നാളെ നല്ലൊരു ടിപ്പുമായി വരാം. എല്ലാവർക്കും നല്ലത് വരട്ടെ.